സമൂഹമാണെന്ന് റോഹിംഗ്യൻസിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയിൽ അത്ര കഷ്ടപ്പെടുന്ന ഒരു സമൂഹത്തിൻ്റെ ഇടയിലാണ്. ഇതിനു മുമ്പ് ഞാൻ പഠിച്ച ഒരു റിപ്പോർട്ട്, ഒരു ഇടക്കാല ഫസ്റ്റ് റിപ്പോർട്ട് ഡൽഹിയിൽ വെച്ച് കേരള ഹൗസിൽ വെച്ച് പത്രസമ്മേളനം നടത്തിയാണ് പത്രക്കാരെ അറിയിച്ചു കൊടുത്തത്. അതിനുശേഷം ഇതൊരു ഇടക്കാലമാണ്. ഇനി അതിനുശേഷം ഇൻഷാ അല്ലാഹ് ഇതൊരു 100 പേജുള്ള ഒരു വലിയ സാധനം തയ്യാറായിക്കൊണ്ടിരിക്കും. ഇതെല്ലാം ഒരു കീ നോട്ടാണ് ഇതിനകത്തുള്ളത്. ശരിക്കും നിങ്ങൾ ചിന്തിക്കണം, ഇന്ത്യയിലെ അയൽ രാജ്യങ്ങളിൽ നിന്നെല്ലാം, പാകിസ്ഥാനിൽ നിന്നും അല്ലെങ്കിൽ ശ്രീലങ്കയിൽ നിന്നും എല്ലാം ഇന്ത്യൻ രാജ്യത്തേക്ക് അഭയം പ്രാപിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ രാജ്യം നാളെ എവിടെയെങ്കിലും അഭയം പ്രാപിക്കേണ്ടി വന്നാൽ അറബിക്കടലില്ലാതെ നമുക്ക് മറ്റൊന്നുമല്ല. വർഗീയ കലാപങ്ങൾ ഉണ്ടായതിനു ശേഷം കണ്ണുനീരൊഴിച്ചുകൊണ്ട് ഒരു കാര്യവുമില്ല. ഏറ്റവും പ്രബുദ്ധരായ കേരളത്തിൽ പോലും വർഗീയ കലാപം നടന്ന സ്ഥലത്തൊന്നും ആൾക്കാർ തിരിച്ചു പോയിട്ടില്ല എന്ന യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് മാനവികത വളർത്തിയെടുക്കുവാൻ, മനുഷ്യ സൗഹാർദ്ദം വളർത്തിയെടുക്കുവാൻ നമുക്ക് കഴിയണം. ഞാനിവിടെ ഇന്ന് പ്ലേ ചെയ്യുന്ന വീഡിയോയൊക്കെ അതിനകത്ത് ചെറിയ സെൻസിറ്റീവായ കാര്യങ്ങളുണ്ട്. പക്ഷേ ഇതൊന്നും ഞാൻ സ്വന്തമായി തയ്യാറാക്കിയതില്ല. BBC മുതൽ ലോകത്തെ വാർത്താമാധ്യമങ്ങളിലെ പ്രധാനപ്പെട്ട മീഡിയയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യാൻ പോകുന്നത്. ഈ റിപ്പോർട്ടിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഇതൊന്നും മാനവികതയെ തകർക്കുന്നതിന് വേണ്ടിയല്ല, നിങ്ങളെ ചിന്തിപ്പിക്കുന്നതിനും നിങ്ങൾക്ക് ഒരു ദിശാബോധം നൽകുന്നതിനും ഈ വിഷയത്തിന് വേണ്ടി മാത്രമാണ് ഞാനിത് ഇവിടെ പ്രസന്റ് ചെയ്യുന്നത്. അള്ളാഹു സമാധാനം സ്ഥാപിച്ചെടുക്കുവാൻ നമ്മൾ ഓരോരുത്തരെയും പ്രാപ്തമാക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ പ്രിയ സഹോദരൻ എപ്പോഴും ഏതൊരു അവസ്ഥയിലും ഒന്ന് ഫോൺ വിളിച്ചാൽ എടുക്കുകയും എന്നോട് നല്ല നിർദ്ദേശമൊക്കെ തരികയൊക്കെ ചെയ്യുന്ന സ്വാമി വിശ്വഭദ്രാനന്ദ ശക്തിബോധി. അദ്ദേഹം കോളമിസ്റ്റാണ്, വിവിധ പത്രങ്ങളിലെ കോളമിസ്റ്റാണ്, നിരവധി ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുള്ള ആളാണ്. ഞാൻ ഈ പരിപാടി ഇങ്ങനെ ഡോക്ടർ നിസാർ സാർ മുൻകൈയെടുത്ത് ഈ പരിപാടി വിജിൽ സാറും മുഹമ്മദ് കുഞ്ഞ് മേത്ര സാറും ഒക്കെ മുൻകൈയെടുത്ത് ഈ ഒരു പരിപാടി പെട്ടെന്ന് ഇങ്ങനെ വിളിച്ചു കൂട്ടുമ്പോൾ തന്നെ ഞാനൊന്ന് പറഞ്ഞപ്പോൾ സ്വാമി എല്ലാ പരിപാടിയും മാറ്റി വെച്ചിട്ട് എൻ്റെ ഈ ഒരു കൊച്ചു കാര്യത്തിലേക്ക് വേണ്ടി ഒരു വലിയ മനസ്സുമായി വന്ന് അദ്ദേഹത്തിന് കൊടുത്തുകൊണ്ടാണ്, നിങ്ങളുടെ എല്ലാ അനുഭവത്തോടെ കൊടുത്തുകൊണ്ടാണ് ഞാൻ എൻ്റെ ഈ പരിപാടി ഇവിടെ തുടങ്ങുന്നത്. അദ്ദേഹത്തെ ഞാൻ അത് ഏറ്റുവാങ്ങാനായിട്ട് വിളിക്കുന്നു.